കേരളത്തിൽ വീണ്ടും ലോൺ ആപ്പ് മാഫിയയുടെ ക്രൂരത ചർച്ചയാകുന്നു. BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ ആത്മഹത്യയെ തുടർന്ന് സംസ്ഥാനത്ത് അനധികൃത ലോൺ ആപ്പുകൾക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 70 കോടി രൂപയാണ് ഇത്തരത്തിൽ മലയാളിക്ക് നഷ്ടമായത്. കണ്ണൂർ ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വിയോഗം ലോൺ ആപ്പുകൾ ഇരകളെ എങ്ങനെ മരണക്കടിയിലേക്ക് തള്ളിവിടുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി മാറുകയാണ്. ലോൺ ആപ്പ് വഴി പണമെടുത്തിരുന്ന നിതിനെ മരിക്കുന്നതിന് തലേ ദിവസം തട്ടിപ്പ് സംഘം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ ഇതിനോടകം അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. പോലീസിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 3 വർഷത്തിനിടെ 15,000-ഓളം പരാതികളാണ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ലഭിച്ചത്. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് വെറും 284 പേർ മാത്രമാണ്. ഈ കാലയളവിൽ ലോൺ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിൽ കുറഞ്ഞത് 7 ആത്മഹത്യകളെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. APK ഫയലുകൾ വഴി ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾ ഫോണിലെ കോണ്ടാക്റ്റുകളും ഗാലറിയും ചോർത്തുന്നു. പണം തിരിച്ചടയ്ക്കാൻ വൈകിയാൽ മോർഫ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ച് ഇരകളെയും ബന്ധുക്കളെയും ഇവർ സമ്മർദ്ദത്തിലാക്കുന്നു. തട്ടിപ്പിനിരയായവരിൽ 32% സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ്. 20%-ഓളം വീട്ടമ്മമാരും ഇതിൽ ഉൾപ്പെടുന്നു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ നൽകുന്ന പെർമിഷനുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ അന്തസ്സാണ് പണയം വയ്ക്കുന്നത് എന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. പണം കൈപ്പറ്റിയില്ലെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത ഉടൻ തന്നെ വിവരങ്ങൾ ചോർത്തപ്പെടുന്നതിനാൽ ഭീഷണി തുടരാൻ സാധ്യതയുണ്ട്. അനധികൃത സൈറ്റുകളും ആപ്പുകളും പൂട്ടിക്കാനുള്ള കർശന നടപടികളുമായി സൈബർ വിഭാഗം മുന്നോട്ട് പോവുകയാണ്. പണം ആവശ്യപ്പെട്ടുള്ള ഭീഷണി കോളുകൾ വന്നാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. അപരിചിതമായ ലിങ്കുകളിൽ നിന്നോ ആപ്പുകളിൽ നിന്നോ ലോൺ എടുക്കുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ജാഗ്രത പാലിക്കുക. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.